ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷോർട്ട് വീഡിയോൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത്. രാവിലെ 6 മണിക്ക് ഞാനും എൻ്റെ ഇക്കയും യാത്ര തുടങ്ങി. സോയി ഒന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ടെങ്കിലും ആൾ പിന്നെ ഉറക്കത്തിലേക്ക് പോയി. രാവിലെയൊക്കെ കാണാൻ എന്ത് രസാലേ. ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇത്ര ഭംഗിയൊന്നും ഞാൻ കാണാറില്ല. പക്ഷെ എന്നും എനിക്ക് ആഗ്രഹം ഉണ്ടാവലുണ്ട് എഴുന്നേൽക്കണം ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ. കണ്ടോ, സൂര്യൻ തന്നെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്ന സമയമായിട്ടുള്ളൂ. എൻ്റെ കെട്ടിയൻ തന്നെ അതിരാവിലെ തന്നെ എന്നെ വിളിച്ചുണർത്തി കൊണ്ടുപോവുകയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല മഞ്ഞ് മൂടിക്കെടുക്കുന്ന നല്ല വിൻ്റർ ടൈം പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ വിൻ്ററൊന്നും അല്ല, സമ്മറാണ്. പക്ഷെ എന്നാലും നല്ല അടിപൊളി ക്ലൈമറ്റ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ട് കാണണമെന്ന് വിചാരിക്കുന്ന കാര്യമുണ്ടല്ലോ, ലൈവ് കാണുമ്പോൾ എന്താ രസം. ആ കോടമഞ്ഞും നല്ല വൈബ് യാത്ര തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ തുടങ്ങിയത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉറക്കം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. നമ്മൾ ടൂറ് പോകണം എന്നുള്ളത് അതിൻ്റെ തലേന്നാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നുണ്ട് രാത്രി എത്ര പ്രാവശ്യം എഴുന്നേറ്റ് നോക്കും. അതുപോലെ തന്നെ ആയിരുന്നു ഇന്നലെ രാത്രി. ജസ്റ്റ് എനിക്കൊരു സൂചന തന്നിരുന്നു നമ്മളിന്ന് പോകുന്നുള്ളത്. എത്രയോ നേരത്തെ എണീച്ച് ഞാൻ കാത്തു നിൽക്കുന്നുണ്ട്. പോവാനായില്ലേ, സമയമായില്ലേ. ഷൈജൽക്ക പറഞ്ഞു ഒന്ന് നേരം വെളുത്തോട്ടെ, വണ്ടി ഓടിക്കണ്ടേ അല്ലേന്ന്. എന്ത് രസമാണെന്ന് നോക്കിയേ. കവുങ്ങും തോട്ടത്തിൻ്റെ നടുവിലൂടെ ഞങ്ങളിതാ പോവാണ്. സൂര്യനൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ എഴുന്നേറ്റ് അവരുടേതായ കാര്യങ്ങളിലൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. കാണിക്കാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുള്ള ഒരു നാട് തന്നെയാണിത്. രാവിലെ എണീറ്റാലും മഞ്ഞാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൊക്കില്ലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാണാൻ അതിമനോഹരവും നല്ല വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മഞ്ഞും കാര്യങ്ങളൊക്കെ. മോള് നടിയിലിരുന്ന് ഉറങ്ങാണ്. ഫസ്റ്റ് ടൈം അവളും കൊണ്ട് ഇത്ര നേരത്തെ ഞങ്ങളൊരു യാത്ര പോകുന്നത്. എന്നും നേരം വൈകി എണീക്കുന്ന ആളാണോ നിങ്ങൾ? എന്നെപ്പോലെ ഒരു ദിവസം ഇതുപോലെ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് നോക്കൂട്ടോ. അപ്പം അറിയാം അതിൻ്റെ ഭംഗി. ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുൻപ് എണീച്ചിട്ട് എങ്ങനെയൊക്കെയോ നിസ്കരിച്ച് അതേ കിടക്കപ്പായിൽ കിടന്നിട്ട് പിന്നെ 8 മണി 8:30 9 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്താണ് ഭൂമിയുടെ സൗന്ദര്യം, എന്താണ് പകലിൻ്റെ സൗന്ദര്യം എന്ന് വരെ ആസ്വദിക്കാൻ പോവാത്ത ആളാണ്. വാതിൽ ഞാൻ തുറക്കാറില്ല. ഇന്നാണ് ഞാൻ ശരിക്കൊന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. വിൻ്റർ ബാക്കിൽ നിൽക്കുന്ന രൂപത്തിലുള്ള കാലാവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് ദാ സോയി കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് എന്താ സ്ഥിതി. ഇത് രാവിലെ തന്നെ ഇവർ രണ്ടുപേരും എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള രൂപത്തിലേക്കാണ് ആളിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്, അബ്ബാ അബ്ബാ എന്നൊക്കെ. നല്ല രസമായിരുന്നു എന്തായാലും. രാവിലെ എഴുന്നേൽക്കാൻ മടിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ സുബഹി നിസ്കരിക്കാത്ത കൂട്ടത്തിലാണ്. അങ്ങനെയല്ല കേട്ടോ. എങ്ങനെയൊക്കെയോ ഉള്ളടുത്ത് ഞാൻ നിസ്കരിക്കുന്ന തലയുടെ പൊതുപ്പിടുന്നു. അങ്ങനെയാണ് പോവാറ്. എന്നെപ്പോലെ തന്നെ ആയിരിക്കും പല ആൾക്കാരും. വേഗം നിസ്കരിക്കുന്നു, കിടക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കണം അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ. നമ്മൾ പോകുന്ന വഴിക്കാണ് മുട്ടിലെത്തിങ്ങാനും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും അവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുട്ടിൽ എത്തിങ്ങാനൻ്റെ കോമ്പൗണ്ട് തുടങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ. ഇതാണ് നമ്മുടെ മുട്ടിൽ എത്തിങ്ങാന വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ വരുന്നത്. ഇതാണ് നമ്മുടെ മുട്ടിൽ സ്കൂൾ, അതായത് ഇംഗ്ലീഷ് സ്കൂൾ. 2 സ്കൂളായിട്ട് വരുന്നുണ്ട്. ഇത് WMO ഇംഗ്ലീഷ് അക്കാദമി. ഇത് മുട്ടിൽ സ്കൂളിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഇത് എത്തിങ്ങാനൻ്റെ ഭാഗം. അങ്ങനെ നമ്മൾ WMO സ്കൂളും എത്തിങ്ങാനെ ഒക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ അടുക്ക് നിങ്ങളൊരാളെ കാണുന്നുണ്ടോ? സൂര്യൻ ഒന്ന് തലപൊക്കി നോക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും അത്ര മഞ്ഞൊന്നും കാണാനില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗം നല്ല ഗ്രാമപ്രദേശം ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ ചെറുതായിട്ട് മലകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഹൈവ, എന്ത് ഭംഗിയല്ല ഇതൊക്കെ കാണാൻ. മലകളൊക്കെ മഞ്ഞ് മൂടിയിട്ട് തന്നെയാണ് ഉള്ളത്. ചില ഭാഗങ്ങളിൽ നല്ല മഞ്ഞുണ്ട്, ചില ഭാഗങ്ങളിൽ അത്ര മഞ്ഞില്ല. ജാപ്പനീസ് വീഡിയോസിലും കൊറിയൻ വീഡിയോസിലൊക്കെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ തൊഴിഞ്ഞ് കിടന്നിട്ട് അതിൻ്റെ നടുക്കിലൂടെ പോകുന്ന വീഡിയോസ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടോയെന്ന്. ശരിക്കും നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ നാട് ഇതിലും ഭംഗിയാണ് കേട്ടോ. മറ്റുള്ളത് കണ്ട് ആസ്വദിക്കുന്നതിൽ എത്രയോ ഭംഗിയാണ് നമ്മുടെ നാട്. നമ്മളത് കാണാതെ പോകുന്നു എന്ന് മാത്രം. റബ്ബർ തോട്ടവും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ തേയിലത്തോട്ടം വരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുട്ടിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്ന റോട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തേയിലത്തോട്ടം. പിക്സൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. ഇതാ സൂര്യനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട്.
ഇപ്പോഴീ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ട് സീനറിയിലൊക്കെ കാണാറില്ലേ, ഫോട്ടോസിലൊക്കെ, ഇതൊക്കെ റിയലാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. അതുപോലെയാണ് കാണാനല്ലേ, എന്ത് ഭംഗി. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഈവനിങ് വൈബില്ലേ, ആ ഒരു വൈബിലൂടെ പോകുന്നത് നല്ല അടിപൊളിയായിട്ട്. എഡിറ്റിങ്ങിനെ പറ്റിയൊന്നും എനിക്കധികം അറിയില്ല കേട്ടോ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്കാർക്കെങ്കിലും എഡിറ്റിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ. ഇത്ര ഭംഗിയുള്ള സ്ഥലം അതിലും മനോഹരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ, എനിക്കും കുറച്ച് പഠിക്കാമല്ലോ. ഇതാ ഞാൻ പറഞ്ഞ തേയിലത്തോട്ടം എത്തി, എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ. ഞാൻ ആദ്യം കണ്ടപ്പം വിചാരിച്ച് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല തീയും പിടിച്ചോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു, പുക പോലെ മൂടി കെട്ടി നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടക്കുള്ള യാത്ര അതൊരു വൈബ് തന്നെയാണ് അല്ലേ. നിങ്ങൾ ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? എനിക്കെന്തായാലും ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ബൈക്കിലാണല്ലോ പോകുന്നത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നെല്ലാർച്ചാല് പറഞ്ഞ സ്ഥലത്ത് എത്തണം എന്നായിരുന്നു. മീൻ പിടിക്കാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും തയ്യാറാക്കി ഷൈജൽ ഒരു ഫ്രണ്ട് വരുന്നു പറഞ്ഞിരുന്നു. എന്താ സ്ഥിതി, ആള് വരുന്നുണ്ടോ, അവിടെ എത്തിയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഷൈജൽക്ക് പറയുന്നുണ്ട്, നീ ബാക്കിലിരുന്ന് എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, വീഡിയോ എടുക്കാം, നമുക്ക് ഈ വീഡിയോ എന്തായാലും റീച്ച് ആവും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിഷിങ്ങിന് എന്താ ഇത്രത്തോളം ഫാൻസ് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തായിരിക്കുമല്ലേ ഇതിൽ കിട്ടുന്ന ഒരു ആനന്ദം. മീൻ കിട്ടിയാലല്ലേ, മീൻ കിട്ടിയിട്ടില്ലെങ്കിലും ഷൈജൽക്കാക്ക് ഇത് ഭയങ്കര ഹര. രാവിലെ പോയിരുന്നിട്ട് വൈകുന്നേരം വെറും കൈയോടെ തിരിച്ചു വന്ന ദിവസങ്ങളുണ്ട്, പകരം ചെമ്പല്ലി ആയിട്ടൊക്കെ വന്ന ദിവസമുണ്ട് കേട്ടോ. എനിക്ക് ഓരോന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഒരു പ്രാവശ്യം നട്ടാൽ ഇതുണ്ടാവുന്നു, ഇതിൻ്റെ വളർച്ചനെ പറ്റിയൊക്കെ എന്തൊക്കെയോ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് മനസ്സിലായിട്ടൊന്നും ഇല്ല, കാരണം നമ്മുടെ ലക്ഷ്യം വയറ് കാലിയായി കിടക്കല്ലേ, ഒരു പഴംപൊരിയും ചായയാണ്. അതിനാണെങ്കിലോ നോക്കിയിട്ട് ഒരു കട പോലും ഇവിടെ എവിടെയും കാണുന്നുമില്ല. ശരിക്കും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൊക്കെ ഒരു ചായക്കട ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കില്ലേ, നല്ല തണുപ്പും ചായയും ഒരു പാട്ടുമൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഇതാണ് തേയില നുള്ളുന്ന ആൾക്കാർ. ഇവർ രാവിലെ തന്നെ വന്ന് ഇതിൽ നിന്നും കുറേ ഇലകളൊക്കെ നുള്ളി, അത് കാണാൻ നല്ല രസമാണ്. ഞാൻ അത്രയ്ക്ക് അങ്ങ് കണ്ടിട്ടില്ല, പക്ഷേ ഓരോരുത്തരിങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. ഇവർ ഒരു പ്രത്യേക തരത്തിലായിരിക്കും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുക. അത് ഇവരിടുന്ന ഡ്രസ്സിലേക്ക് പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും, തലയിൽ ഒരു കൊട്ട വെച്ചിട്ടുണ്ടാവും. ഇവർ സ്പീഡ് നുള്ളിയിടുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. ഓരോ കാഴ്ചകൾക്കും അതിൻ്റെതായ മനോഹാരിത ഉണ്ട് അല്ലേ. നഗരത്തിന് നഗരത്തിൻ്റെ ഭംഗിയുണ്ട്, ഗ്രാമത്തിന് ഗ്രാമത്തിൻ്റെ ഭംഗിയുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജോയ്മോളെ കാണിച്ചു തരാം. ആൾ നല്ല ഉറക്കിലാണ് കേട്ടോ. ബിസി ലൈഫിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാരാണോ നിങ്ങൾ? ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഒരുപാട് സ്ട്രെസ് റിലീഫിന് ഈ യാത്രകളൊക്കെ നമ്മളെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിരാവിലെയുള്ള യാത്ര നമ്മുടെ ബ്രെയിനിലേക്ക് ആദ്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പച്ചപ്പും ഗ്രാമത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മുടെ ആ സ്ട്രെസ്സും, ഇനിയിപ്പോൾ സ്കൂളായിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ സ്ട്രെസ്സ് ഏത് തരത്തിലുള്ള സ്ട്രെസ്സാണോ, ഈ ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിൽ പോലും അതുവരെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മറന്നു പോകുന്നുള്ളതാണ് സത്യം. ഈ കാഴ്ചകളുടെ ഭംഗിയിൽ നമുക്കതൊന്നും ഓർമ്മയിലേക്ക് വരില്ല. എൻ്റെ വീട് കോഴിക്കോടാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ രാവിലെ നമ്മൾ വാഹനത്തിൻ്റെ ഹോണടി കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഇവിടെ രാവിലെ നമ്മൾ കിളികളുടെ കരച്ചിൽ കേട്ടിട്ടാണ് എണീക്കുന്നത്. രണ്ട് നാടിൻ്റെ ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ജീവിക്കാൻ സിറ്റി ലൈഫ് അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ നമ്മുടെ ഈ വയനാട് അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാണ് നെല്ലാർച്ചാൽ, അതായത് കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഈ പുഴ കാണാനും ഇവിടുന്നാണ് നമ്മൾ മീൻ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ നിൽക്കുന്നത്. ഇത് പുഴൻ്റെ ഒരു സൈഡ്. എനിക്കിത് കറക്റ്റ് ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് റൂട്ടൊന്നും ജസ്റ്റ് ഒന്ന് വേറൊരു വഴിക്ക് പോവുകയാണ്, കറക്റ്റ് കിട്ടാമല്ലോ എന്ന് ഉള്ള ഉദ്ദേശത്തോടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മീൻ ചാടുന്നതൊക്കെ കാണുന്നുണ്ട്, അപ്പം തന്നെ മനസ്സിലാക്കാം നല്ല മീനുണ്ട് എന്നുള്ളത്. മീനും അതുപോലെ തന്നെ കടൽക്കാക്കല്ല, എന്തായിരുന്നു അതിന് പറയുക, കാട്ടുതാറാവ്, സോറി കേട്ടോ മാറിപ്പോയതാ,
കാട്ടുതാറാവ് എന്നൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി ഇറങ്ങി. ഷൈജൽക്കും സോയും കാണാണ്. സോയി ഇവിടെ എത്തിയപ്പോൾ ഞാനിതെവിടെ എത്തിയ എന്നുള്ള രൂപത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ചെടി കാണാൻ. ചെടിയല്ല, പൂമരം കാണാൻ. പൂവൊക്കെ തൊയിഞ്ഞെടുക്കുന്ന സോയി ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എവിടെ എത്തിയ, എന്താ സംഭവം. ഭംഗി ആസ്വദിക്കുക ആണ് കേട്ടോ രണ്ടാളും. പിന്നെ ഇതായിരുന്നു നമ്മുടെ ആ ഷോർട്ട് വീഡിയോ, നമ്മൾ ചെയ്ത ഷോർട്ട് വീഡിയോ ഇതായിരുന്നു. ഷൈജൽ ഖാൻ്റെ പണ്ടത്തെ പ്രാന്താണെങ്കിൽ ഇപ്പോൾ ഒരു 4-5 റീലെടുക്കുന്ന ടൈം കഴിഞ്ഞു. ഇത് കാരാപ്പുഴ ഡാമിൽ മീൻ പിടിക്കാൻ അനുവദിച്ചവരാണ് കേട്ടോ. ഇവർക്ക് മാത്രമാണ് ഇതിന് ശരിക്കും മീൻ പിടിക്കാൻ പറ്റുക. നമുക്ക് സൈഡിലൊക്കെ ചൂണ്ടലിട്ട് ഇരിക്കാം, പക്ഷേ നമുക്ക് അത്രയ്ക്ക് അങ്ങ് സർക്കാൻ അനുവദിച്ചിട്ടില്ല. ഇവർക്ക് എന്താക്കാം, ഇവിടുന്ന് മീൻ പിടിക്കാം, ആ മീൻ വിൽക്കാം, അങ്ങനെയുള്ള പെർമിഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കാട്ടുതാറാവിൻ്റെ വീഡിയോ ആയിരുന്നു. ആ ബോട്ടിലുള്ളവർ പോയിട്ട് മീൻ പിടിച്ചിട്ട് അവർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കും. അതായത് ഇതിൻ്റെ മോൾ ഭാഗത്ത് അതിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ വന്ന് അത് മേടിച്ച് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെയാണ്. ഇത് ഒരു റിസോർട്ടാണ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ആ റിസോർട്ടിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ച എന്തായിരിക്കും, അത് ചിലപ്പോൾ ഇതിലും മനോഹരമായിരിക്കും അല്ലേ. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ ആയത് വെനീസിലുള്ള കളർഫുൾ ബിൽഡിംഗ് ആണ്. ഞാൻ ഉനീസ ജുബൈറിൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ പ്ലേസ്. അതിന് കുറച്ച് സാമ്യം തോന്നി എന്നാട്ടോ ഞാൻ പറഞ്ഞ്. അതിൽ കാണിച്ചിരിക്കുന്ന ആ കളർഫുൾ ബിൽഡിങ്സാണ് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയത്. ആ ബോട്ട് ഞാൻ മാക്സിമം സൂം ചെയ്ത് നോക്കുകയാണ്. അവർക്ക് മീൻ കിട്ടിയോ, അവരെത്ര മണിക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ബോട്ടിൽ പോയവർ എങ്ങനെയായിരിക്കില്ലേ മീൻ പിടിച്ചിട്ടുണ്ടാവുക, അവർ ചിലപ്പം വല വീശി പിടിച്ചതായിരിക്കും. ചൂണ്ടയിട്ട് പിടിക്കാൻ ഒരുപാട് ടൈം വേണ്ടേ. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഈ പായലൊക്കെ മാറ്റിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒറ്റമൈനനെ കണ്ടേ? ഒറ്റമൈനല്ല കേട്ടോ, അവിടെ ഇരട്ടമൈനുണ്ട്. ഈ മൈനിൻ്റെ കാര്യത്തിൽ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ അഡിക്റ്റ് ആയിട്ടൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഒരു വിശ്വാസമാണ്. ഒറ്റമൈനനെ കണ്ട സങ്കടം, ഇരട്ടമൈനെ കണ്ട സന്തോഷം, അങ്ങനെയൊക്കെ. ഈ ബോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ, അതായത് അവർ മീനും കൊണ്ട് എത്താറായെന്ന്. നല്ല അടിപൊളി വ്യൂ ആയതുകൊണ്ട് തന്നെ ഷൈജൽക്കും സോയും ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടോ. അങ്ങനെ മീൻ കൊണ്ടുവന്ന് അവിടെ ബോർഡിൽ ചിരിഞ്ഞ്, ഇതൊക്കെയാണ് മീൻ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, കണ്ടിട്ടെല്ലാം ഒരുപോലെ ഉണ്ട്. ഇതാ പുഴ മത്സ്യങ്ങൾ, ഏതൊക്കെയോ പേര് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബോട്ട് ഒരു ടീമും മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വേറെ വേറെ മത്സ്യങ്ങൾ കൊണ്ടുവരുന്നുമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ആ പൂമരം. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, പൂവൊക്കെ വീണിട്ട്. ഞാൻ അവിടെ വെച്ചിട്ട് ഞാനും സോയും 2-3-4 പിക്കൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഷൈജൽ ഖാൻ്റെ ഫ്രണ്ടും വന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. യാത്രയല്ല കേട്ടോ, എൻ്റെ വയറ്റിൽ നിന്ന് ഒരുപാട് നേരമായി ഒച്ചപ്പാടും ബഹളും. ഞാൻ പറഞ്ഞ പഴംപൊരും ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സെയ്ഫുള്ള. അവൻ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ആൾ ചെറിയൊരു മടിയനാണ്, പക്ഷെ എന്നാലും മടിയെന്നുദ്ദേശിച്ചത് വീഡിയോയിൽ വരാനുള്ള മടിയാണ് കേട്ടോ. എന്നാലും ആൾ കൂളായിട്ട് നമുക്കൊരു സ്ഥലം കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഒരു സ്ഥലത്തേക്ക് നമ്മളെയും കൊണ്ടുള്ള യാത്രയാണിത് കാണുന്നത്. മുമ്പിൽ പോകുന്നത് സെയ്ഫുള്ള, ബാക്കിൽ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അവിടെ പലതുണ്ട്. എന്താന്ന് കറക്റ്റ് അവൻ എന്നോട് പറഞ്ഞില്ല അവിടെ എത്തും വരെ. ഞാൻ ചോദിച്ച്, ഇത്ര നല്ല മീനും പുഴയൊക്കെ ഉണ്ടായിട്ട് നീ ഇതെങ്ങോട്ടാണ് കൊണ്ടുവന്നത്, ഡാമിലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഡാമല്ല, ദീദിക്ക് വന്നാൽ ഇഷ്ടമാവും അങ്ങനെ പറഞ്ഞ്. അപ്പം ആ ഒരു വാക്കിൽ നമ്മൾ പോവുകയാണ്. അതായത് നമ്മൾ കണ്ട പുഴ എല്ലാത്തിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ വരും. അങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു ഭാഗം കേട്ടോ ഇത് ഞാൻ തിരിച്ച് വരാൻ പറഞ്ഞതാ. അവിടെ കുറച്ച് കല്ലൊക്കെ ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ട് അയാൾ വിട്ടടോ, അയാൾ ഇങ്ങനെ തന്നെയാണ്, തീരെ റൊമാൻറ്റിക്കല്ല. അതൊന്നും നോക്കണ്ട. അങ്ങനെ സെയ്ഫുള്ള മോളൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇതാ പോകുന്നു. ഇത് എങ്ങോട്ടേക്കാന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. പോകും തോറും കാഴ്ചയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ മേഘങ്ങളൊക്കെ നോക്കും, നമ്മൾ പണ്ട് പുസ്തകത്തിലൊക്കെ കാണൂലേ, അതുപോലെ വരച്ച് വെച്ച പോലെ ഉണ്ട് അല്ലേ. ഈ ആമ്പൽക്കോളാണ് കേട്ടോ അത്. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഡൗട്ട്, എന്ത് എങ്ങോട്ടായിരിക്കും എന്നാലും നമ്മൾ പോകുന്നത്. ഞാൻ എന്നാലും എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇനി കാരാപ്പുഴ ഡാമിലേക്കായിരിക്കുന്നത്. പക്ഷേ ആമ്പൽക്കുളത്തിൻ്റെ അടുത്തേക്കാണ്. നല്ല
അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഫോണിലൂടെ നിങ്ങൾക്കിത് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. അത് വെള്ള ആമ്പലാട്ടോ. ഫോണിൽ കാണുന്നതിനേക്കാളും എത്രയോ മനോഹരമായിരുന്നു. നല്ല വെയിൽ, അതായത് വെയിലിങ്ങനെ വന്നിട്ട് നമുക്ക് ചൂടിങ്ങനെ അനുഭവപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ്, ആ ഒരു തണുപ്പ് മാറി വെയിലിലേക്ക് വരുന്നത്. ഈ വെള്ള ആമ്പൽ അത്രയും സ്ഥലത്ത് ഒരൊറ്റ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം റോസ് കളറ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒന്നും വരാൻ തോന്നില്ല, അവിടുത്തെ ഭംഗി കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ സോയി ആണെങ്കിലും അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംസാരിക്കാൻ. ഇങ്ങനെ പൂവ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഞാൻ റൊമാൻറ്റിക് ആവാൻ നോക്കിയതാ, ജസ്റ്റ് ഒരു ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയതാ. ആളതിനൊന്നും കിട്ടൂല, പോട്ടെ. ഈ സ്ഥലത്തിനൊക്കെ പറ്റിയിട്ട് സൈഫുള്ള എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവന് പിന്നെ ഇവിടുത്തെ ആളായതുകൊണ്ട് ഇവിടുത്തെ ആയവും കാര്യങ്ങളും എല്ലാം അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉണ്ട് മീൻ, നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളില്ലേ അത്. പക്ഷെ നമ്മളത് കളറുള്ള ടൈപ്പല്ലേ, ഇതിൽ കളറൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ എന്താ രസം. എനിക്കിത്ര കൗതുകം ഉണ്ടാവാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഞാനിതൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾക്കിതെങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര, എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ഹാപ്പിയാണ് ഞാനുള്ളത്. സോയി ആണെങ്കിൽ ചുറ്റും നോക്കുന്നുണ്ട്, അബ്ബ എന്താ ചെയ്യുന്നത്, അതൊക്കെയാണ് സോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇതിൽ ഒരു പായലുണ്ട്, മീൻകുളത്തിലൊക്കെ ഇടാൻ പറ്റിയ, അതാട്ടോ ഷൈജൽക്ക് നോക്കുന്നത്. പായലെടുത്തിട്ട് നമ്മൾ മീൻകുളത്തിലിടാം എന്നുള്ള ഉദ്ദേശത്തോടെ കുറേ പായൽ വരയ്ക്കുന്നുണ്ട്. എനിക്കും അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ സോയിനെ സെറ്റാക്കി. ഇതാ സൈഫുള്ള സോയിക്ക് ആമ്പലൊക്കെ കൊടുക്കുന്നുണ്ട്. സോയി ആണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലാണ്, അവൾക്ക് നല്ല ഇഷ്ടമാണ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓൾറെഡി അവൾക്ക് ഇഷ്ടമാണ്, ഇതും കൂടി കാണുമ്പോൾ കുറച്ചും കൂടിയായി. സത്യം പറയാം, ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കും കൂടി ഇറങ്ങണം എന്നുണ്ട്. പക്ഷെ ഇവർ ആയം കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് സൈഫുള്ള അങ്ങ് കുറേ ദൂരെ പോയി നോക്കുന്നുണ്ട്, എന്തിനാന്നൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ ഉണ്ടാവുമായിരിക്കും ആമ്പൽ എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന്. ഇതൊക്കെ ഞങ്ങളുടെ കുളത്തിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. സൈഫുള്ള അവിടുന്ന് ഇതാ എന്തൊക്കെയോ പറിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ മോളിതിൻ്റെ ഇതിലൊക്കെ പറിച്ചെടുത്ത് ഇതാ എനിക്കും കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. എൻ്റേത് നല്ല ലാവൻഡർ കളർ, നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് കിട്ടിയ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫ്ലവേഴ്സും എല്ലാം ആയിട്ട് യാത്ര തിരിച്ച്, അതായത് അവിടുന്ന് തിരിച്ച്. അപ്പോൾ ഇത് അവർക്ക്, അതായത് സൈഫുള്ള അവരുടെ നാട്ടുകാർക്കൊക്കെ അറിയുന്ന ഒരു പട്ടിയാണ് ഇത്ര. അവൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. അവൻ സിറ്റെന്ന് പറയുമ്പോൾ ഇരിക്കുന്നുണ്ട്. അവനെന്തോ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ പറ്റി എന്നോട് പറയാണ്. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാ സൈഫുള്ളൊക്കെ നമ്മളോട് ബായ് പറഞ്ഞ് സൈഫുള്ള പോവാണ്. നമ്മൾ പോകുന്ന വഴിക്കിന് മീൻ മേടിക്കണം. ഇതാ അവന് വന്ന്, അവനിനി വേറെ വഴിക്ക് പോവും, നമ്മളിനി വേറെ വഴിക്ക് പോവും. രണ്ട് കൂട്ടരും രണ്ട് വഴിക്കാവും. അതിനു മുമ്പ് നമുക്ക് മീൻ മേടിക്കണം. പിന്നെയും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിലൂടെ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ മീൻ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പോയി നമ്മൾ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അതെന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പിടിക്കാൻ എന്തോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പം പിന്നെ വെറുതെ ഇനി ഒരു പണി വേണ്ടല്ലോ എന്ന് പറഞ്ഞു സൈഫുള്ള. അവരാണല്ലോ അവരുടെ നാടിനെ കൂടുതൽ അറിയാം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.